വിലയാണ് ഞെട്ടിച്ചത്. പൊന്നുമക്കളെ, ഇതാ ഈ കാണുന്ന ക്രിസ്റ്റയുടെ ഓയിൽ കൂളറിൻ്റെ വില 1,50,000 രൂപയ്ക്ക് മുകളിലാണ്. 1,50,000 രൂപയ്ക്ക്. കൈ തന്നെ എടുക്കുന്നില്ലേ? അപ്പോൾ ഇതിലിപ്പം നിലവിൽ ലീക്ക് കാണിക്കുന്നില്ല, കൂളറും വിഷയം കാണിക്കുന്നില്ല. ഓട്ടോമാറ്റിക് ഗിയറിൻ്റെ ഓയിൽ കൂളർ അത് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും കാണിക്കുന്നില്ല. നമ്മൾ ചെക്ക് ചെയ്തു. ഇനി അറിയാതെയോ അബദ്ധത്തിലോ അല്ല ഇനി എഞ്ചിൻ ഓയിലോ വല്ലതും എടുത്ത് ഒഴിച്ചിട്ടുണ്ടോ? അങ്ങനെ നമ്മൾ കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ചേട്ടാ, എന്താണ് പ്രശ്നം എന്നുള്ളത്. നമ്മുടെ ഈ ഒരു ക്രിസ്റ്റയുടെ വിഷയം കണ്ടുപിടിച്ചു. കുറച്ച് ബുദ്ധിമുട്ടിയായിരുന്നു. കാര്യം വെച്ചാൽ നമ്മൾ പ്രഷർ ടെസ്റ്റ് നമ്മളെ സാധാ എയർ അടിച്ച് നോക്കുമ്പോഴൊക്കെ പ്രത്യേകിച്ചൊന്നും കാണിച്ചില്ല. കാര്യം ഇത്രയും കൺഫ്യൂഷൻ വരാനുള്ള കാര്യം ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഓയിലും കൂളൻ്റുമായിട്ട് മിക്സ് ആയിട്ട് വന്ന ഓയിൽ കൂളർ അങ്ങോട്ട് മാറും. ഇതിലിപ്പോൾ കൺഫ്യൂഷൻ വന്ന കാര്യം എന്ന് വെച്ചാൽ അത് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ ഓട്ടോമാറ്റിക് ഗിയറിൻ്റെ ഓയിൽ കണക്ക് ഫീൽ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇനി ആരിലും ഒഴിച്ചാണോ അതിൻ്റെ കൂട്ടത്തിൽ എഞ്ചിൻ ഓയിലും കുറവായിരുന്നു വണ്ടിയിൽ. അപ്പോൾ കസ്റ്റമറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് കസ്റ്റമർ റീസെൻ്റ്ലി എടുത്ത വണ്ടിയാണ്. അപ്പം പുള്ളിക്കാരന് ഓയിൽ ഒരു പൊടിക്ക് കൂടുതലുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം കുറഞ്ഞ കണക്ക് ഫീൽ ചെയ്യുന്നു എന്ന് പുള്ളിക്കാരനും പറഞ്ഞപ്പം നമ്മളും ആകെ കൺഫ്യൂഷനായി, എന്താ ചെയ്യും. അങ്ങനെയാണ് ഇത് ചെക്ക് ചെയ്യാൻ തീരുമാനിച്ചത്. സാറിന് ചെക്ക് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. ഇപ്പം ഓട്ടോമാറ്റിക് എല്ലാ വണ്ടി എന്നുണ്ടെങ്കിൽ നേരെ ഓയിൽ കൂളർ അങ്ങോട്ട് മാറുക, ഫ്ലഷ് ചെയ്യുക, വൃത്തിയാക്കുക, അങ്ങോട്ട് ഇറക്കുക. അങ്ങനെ അവസാനം നമ്മളത് ചെക്ക് ചെയ്ത് കണ്ടുപിടിച്ചു. കാർബൺ ഇട്ടാണ് സെറ്റ് ചെയ്തത്. ഇപ്പോൾ കാർബൺ ഇടുന്നതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. കാര്യം നമ്മളും ഒരിത്തിരി കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് നമുക്കും അത് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം എന്തായാലും ജസ്റ്റ് അതിൻ്റെ കംപ്ലയിൻറ്റ് എന്തായിരുന്നു എന്നുള്ളത് പറഞ്ഞുതരാം. ഓയിൽ കൂളർ തന്നെയായിരുന്നു കംപ്ലയിൻറ്റ്. ഓയിൽ കൂളറിൻ്റെ വിലയാണ് കംപ്ലയിൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഉള്ളൊരു എന്തായിരുന്നല്ല, ഓയിൽ കൂളറിൻ്റെ വിലയാണ് ഞെട്ടിച്ചത്. പൊന്നുമക്കളെ, ഇതാ ഈ കാണുന്ന ക്രിസ്റ്റയുടെ ഓയിൽ കൂളറിൻ്റെ വില 1,50,000 രൂപയ്ക്ക് മുകളിലാണ്. 1,50,000 രൂപയ്ക്ക്. സാധാരണ ഒരു ടാക്സിക്കാരനൊക്കെ വണ്ടി എടുത്തിട്ട് കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തിട്ട് കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ളൊരു സാമാനം കേടാൻ വേണ്ടിക്ക് എന്തായിരിക്കും 1,50,000 രൂപ. അപ്പോൾ എന്തായാലും ഓയിൽ കൂളർ എങ്ങനെയാണ് കംപ്ലയിൻറ്റ് കൺഫേം ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ കാർബൈഡ് ഇട്ടിട്ട് നമ്മളെ വണ്ടിയുടെ ഓയിൽ കൂളർ ഇളക്കി അതിൽ കാർബൈഡ് ഇട്ട് വെള്ളവും നിറച്ച് ഒരു ഓസ് വെച്ച് ബൈപ്പാസ് ചെയ്ത് ഇട്ടേക്കും. അത് നല്ല പ്രഷറിൽ അങ്ങനെയിരിക്കും. എന്നിട്ട് ഓയിൽ കൂളർ മൊത്തത്തിൽ വെള്ളത്തിൽ ഇറക്കി വെക്കും. ഓയിൽ കൂളറിൻ്റെ ആ ഓയിലിൻ്റെ ലൈൻ ഫുള്ളും വെള്ളം ഒഴിച്ച് നിറച്ചിട്ട് ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഇറക്കി വെക്കും. ഇറക്കി വെച്ച് ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പം ആദ്യമേ ഇട്ടു, കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു 1.5-2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറിയൊരു കുമിള വന്നു. പിന്നെയും ഒരു 1.5-2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഒരു കുമിള വന്നു. പിന്നെ അത് നിരന്തരം 1.5-2 മിനിറ്റ് കൂടുമ്പം ഒരു ചെറിയൊരു കുമിള വരും. വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉറപ്പിച്ചു എന്തായാലും ഓയിൽ കൂളർ കംപ്ലയിൻ്റ് ആണ് എന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഓയിൽ കൂളർ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് മാത്രമാണ് ആ ഒരു കുമിള ഇങ്ങനെ 1.5 അല്ലെങ്കിൽ 2 മിനിറ്റ് കൂടുമ്പോഴത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഓയിൽ കൂളറിൻ്റെ അകത്ത് എന്തെങ്കിലും ചെറിയ ഡാമേജ് ആയിരിക്കും, കുഞ്ഞ് ക്രാക്കായിരിക്കും. അത് ചൂടാകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ വലുതായി കൊടുക്കും. ഇപ്പോൾ വണ്ടി ഓടി ചൂടാകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ലോഹങ്ങളാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ചൂടാകുമ്പോഴത്തേക്ക് വികസിക്കും എന്നൊരു തത്വം കൊണ്ട് തന്നെ ഈ ഒരു ഹോളും ചെറുതായിട്ട് വലുതായി കൊടുക്കും. അങ്ങനെ വലുതായി കൊടുക്കുമ്പോഴത്തേക്ക് ലീക്ക് കുറച്ചും കൂടെ കൂടും. റേഡിയേറ്ററിൻ്റെ ലോവർ ടാങ്കിലായിട്ട് ഓട്ടോമാറ്റിക് ഗിയർ ഓയിലിനെ കൂൾ ചെയ്യാനായിട്ടൊരു കൂളിംഗ് സംവിധാനമുണ്ട്. അതിന് ലീക്ക് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെക്ക് ചെയ്തു. നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഇനി അത് നമ്മൾ ചെക്ക് ചെയ്ത് ഓക്കെ ആണോ എന്ന് ഉറപ്പിക്കാനായിട്ട് ഒരു കാര്യം 2 പ്രാവശ്യം നോക്കുന്നതിന് ഒരു കുഴപ്പമില്ല. കാര്യം കൺഫ്യൂഷൻ വരുമ്പോഴത്തേക്ക് അത് ഉറപ്പിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലേ, വെറുതെ കാശിലാവും. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു സാധനം വീണ്ടും റേഡിയേറ്റർ ഷോപ്പിൽ കൊണ്ട് ചെന്നിട്ട് അവരെ കൊണ്ടും ചെക്ക് ചെയ്യിപ്പിച്ചു. അവരും ചെക്ക് ചെയ്തിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഓയിൽ കൂളർ ഇത്തരത്തിൽ കാർബൈഡ് ഇട്ട് പ്രഷറൈക്ക് ചെയ്തത്. അങ്ങനെ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് എന്തായാലും കംപ്ലയിൻറ്റ് കിട്ടി. ഇനിയിപ്പം ഓയിൽ കൂളർ വാങ്ങാനായിട്ട് കസ്റ്റമർ പോയിട്ടുണ്ട്. കൊണ്ടുവന്ന ഉടനെ വെച്ച് സെറ്റ് ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളെ വണ്ടിയുടെ റേഡിയേറ്റർ എല്ലാം വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കേ, റേഡിയേറ്ററും കാര്യങ്ങളെല്ലാം വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. റേഡിയേറ്ററെല്ലാം ക്ലീൻ ചെയ്ത് കുട്ടപ്പനാക്കി കയറ്റിയിട്ടുണ്ട്. അത് കണക്ക് തന്നെ ഈ ഒരു എക്സ്പാൻഷൻ ടാങ്കും എടുത്ത് ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളും ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതിൻ്റെ അപ്പർ ഓസ് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിൻ്റെ റേഡിയേറ്റർ കൂടെ കൂളൻ്റ് ഒഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചുകൊണ്ട് ഒന്ന് ഫ്ലഷ് ചെയ്തെടുക്കണം. ഇത് സ്റ്റാർട്ട് ചെയ്ത് പുറത്തിറക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ഓയിൽ കൂളർ വരുമ്പോഴത്തേക്ക് ഓയിൽ കൂളർ എടുത്ത് സെറ്റ് ചെയ്യണം. താഴ്ഭാഗത്തായിട്ടാണ് ഓയിൽ കൂളർ വരുന്നത്. നിങ്ങൾക്ക് വെച്ച് ഫിറ്റ് ചെയ്യാൻ നേരത്ത് കാണിച്ചു തരാൻ കാര്യങ്ങൾ. അപ്പം ഇതൊക്കെയാണ് ഇതുവരയ്ക്കുള്ള അപ്ഡേറ്റ്സ്. ഇനിയിപ്പം ഓയിൽ കൂളർ വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മളെ വണ്ടിയുടെ ഓയിൽ കൂളർ വന്നു. എനിക്ക് പനിയായി, അത് നമുക്ക് വീട്ടിൽ ഇത്തിരി ആശുപത്രി കേസൊക്കെ ആയതുകൊണ്ട് ഞാനല്ല ഈ വീഡിയോ എടുക്കുന്നത്. ഞാൻ ഈ സ്ഥലത്തേ ഇല്ല. ഇത് നമ്മൾ അസിസ്റ്റൻസാണ് വീഡിയോ എടുക്കുന്നത്. ഓക്കെ, അപ്പം വോയിസ് ഓവർ കൊടുക്കുകയാണ്. എന്തെങ്കിലും പാവപ്പഴയൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പം ഓയിൽ കൂളർ ഇതാണ്. ഒറിജിനലല്ല വാങ്ങിച്ചുകൊണ്ടുവന്നത്, പക്ഷേ ഫസ്റ്റ് കോപ്പി നല്ല സാധനത്തിനാണ് വാങ്ങിച്ചുകൊണ്ടത്. പക്ക സെയിം സാധനമാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറിജിനലിൻ്റെ വില കേട്ടല്ലോ, ഭയങ്കരമായ വിലയാണ്. സാധാരണ ഒരാൾക്ക് പെട്ടെന്ന് അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമല്ല. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു ഐറ്റം തന്നെയാണ് അവർ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. എത്ര രൂപയാണെന്നുള്ളത് ഞാൻ അവരോട് ചോദിച്ചിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഈ സമയത്തൊക്കെ ഞാൻ ഹോസ്പിറ്റലായത് കൊണ്ട് തന്നെ കസ്റ്റമറിനെ പിന്നീട് നേരിട്ട് കാണാനോ വണ്ടി ചെക്ക് ചെയ്യാനോ എനിക്ക് പറ്റിയിട്ടില്ല. അതിനുശേഷം ഈ ബോണ്ട് ചെറുതായിട്ട് വെക്കുന്നത് പഴയ ഓറിങ്ങിൽ തന്നെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ഓറിങ്ങിൻ്റെ ഭാഗത്തോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തിരി ബോണ്ട് വെച്ച് കൊടുത്ത് എടുത്ത് ഫിറ്റ് ചെയ്യാണ്. ഫിറ്റിങ്ങിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ കൂളൻ്റ് ഫ്ലഷ് ചെയ്തിട്ടുണ്ട്. ഓസ് എടുത്ത് ആ ഒരു
അപ്പർ ടാങ്കിൻ്റെ സൈഡിലോട്ട് കയറ്റി വെച്ചിട്ട് നല്ല രീതിയിൽ ഫ്ലഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് ഒന്നും നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് ഒരു 2 ദിവസം അങ്ങനെ അങ്ങോട്ട് പോയി. പനി, നല്ല രീതിയിലുള്ള പനിയും കാര്യങ്ങളുമായിപ്പോയി. വീട്ടിലും പനിയും പ്രശ്നങ്ങളൊക്കെ ആയിപ്പോയി. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ. ബാക്കിയുള്ള വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല. വേറെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വണ്ടി വന്നാൽ ഈ ഒരു ഓയിൽ കൂളർ മാറിയതിനു ശേഷം ഫ്ലഷ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീഡിയോ തയ്യാറാക്കുന്നതായിരിക്കും. ഓയിൽ കുറവുള്ളതുകൊണ്ട് ഓയിൽ കൂളർ ആയിരിക്കുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കണ്ടപ്പം മറ്റേ നമ്മളെ പവർ സ്റ്റിയറിംഗ് ഓയിലൊക്കെ ഒഴിക്കുന്നത് ഓയിലുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക്കിൻ്റെ ഓയിലുണ്ടല്ലോ, അത് കണക്കൊക്കെ ഫീൽ ചെയ്തു. അങ്ങനെ കുറേ കൺഫ്യൂഷൻ വന്നു. എന്നാലും ഓയിൽ കൂളർ നമ്മൾ കൺഫേം ചെയ്തു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.